ഹായ് ഓൾ. വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തെ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിൽ നമ്മൾ ഓൾറെഡി സയൻസ് ആൻഡ് ടെക്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ദെൻ കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകളുടെ ഹോട്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹോട്ട് ടോപ്പിക്സ് എന്ന പേരിൽ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സിലബസ് പ്രകാരം ഒരു കുറച്ച് ചെറിയൊരു പോർഷനാണ് സിലബസിനകത്തുള്ളതെങ്കിലും അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മുൻ വർഷങ്ങളിൽ, അതായത് 8 ചോദ്യ പേപ്പറുകളുണ്ടല്ലോ പ്രിലിംസിന്റെ, ആ ചോദ്യ പേപ്പറിൽ അനലൈസ് ചെയ്ത സമയത്ത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഏരിയാസ് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ പഠനം നടത്തുന്ന സമയത്ത് ആ ഏരിയാസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ റിവിഷൻ ചെയ്യുന്നവർക്കും ഇനി പഠിച്ചു തുടങ്ങുന്നവർക്കും ഈ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന എക്സാമിന് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഏരിയാസ് നോക്കുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്കിനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് 40 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ 8 പ്രിലിമിനറി എക്സാമുകളിലായിട്ട് 40 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സ് ഒക്കെ ഓവർലാപ്പിംഗ് ആണ്. ചില സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, സിവിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. എന്നിരുന്നാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 40 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു 40 മാർക്ക് എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഏരിയാസ് നമുക്ക് ഫോക്കസ് ഏരിയാസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏരിയാസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് ഫോക്കസ് ഏരിയ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് നമുക്കറിയാം, അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പലതവണ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന PSC ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അത് ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ ആയിക്കോട്ടെ, മെയിൻസ് ആണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ അമെൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എത്ര മാർക്കെന്ന് ചോദിച്ചാൽ 7 മാർക്കോളം അമെൻമെന്റിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ 7 മാർക്കോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖലയാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും പ്ലസ് റിട്ടുകൾ അറിയാമല്ലോ, നമ്മളെ റിട്ടുകൾ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, അതുപോലുള്ള റിട്ടുകളിൽ നിന്നും കൂടെ ചേർത്തിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് 7 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അമെൻമെന്റ് നിന്നും ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്ലസ് റിട്ടുകളിൽ നിന്നും 7 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, കൂടുതൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലാണ് ഫോക്കസ് കൊടുക്കാനുള്ളത്. ഒരു 4 മാർക്കിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ ചേർന്നിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ദെൻ DPSP നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 മാർക്കോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ പ്രിയാമ്പിളിൽ നിന്ന് 2 മാർക്ക്, എമർജൻസിയിൽ നിന്ന് 3 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്ക്. അങ്ങനെ ഈ പോർഷൻസിനെയാണ് നമ്മൾ ഫോക്കസ് ഏരിയ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇത്രയും പോർഷൻസ്, അമെൻമെന്റ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും റിറ്റ്സും, ദെൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കാനുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക്, ദെൻ DPSP, ദെൻ പ്രിയാമ്പിൾ, എമർജൻസി, കൺകറന്റ് ലിസ്റ്റ്. ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ബാക്കി പഞ്ചായത്ത് രാജിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ട് എല്ലാത്തിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ മാർക്കിന് അല്ലെങ്കിൽ കൂടുതൽ തവണ ആവർത്തിച്ച ചോദ്യങ്ങൾ ഈ പറയുന്ന മേഖലകളിൽ നിന്നാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇതിൽ കൺകറന്റ് ലിസ്റ്റും പ്രിയാമ്പിളും ഒക്കെ 2 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളതെങ്കിൽ പോലും ഈ പറയുന്ന മേഖലകൾ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പം നിങ്ങൾ ഇനി റിവിഷൻ നടത്തുന്നവരാണെങ്കിലും ഇനിയിപ്പോൾ നോക്കി തുടങ്ങുന്നവരാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ നോക്കിയില്ല, എന്തൊക്കെ നോക്കണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഏരിയാസ് ആദ്യം ഫോക്കസ് ചെയ്യുക. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പഠനവും റിവിഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയാസ് എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഫോക്കസ് കൊടുത്ത പഠിക്കാനുള്ള ഹോട്ട് ടോപ്പിക്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതിൽ നിന്നാണ് എല്ലാ തവണയും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പലപ്പോഴും കോംബോ ഓഫറുകളെ പറ്റി കാണാറുണ്ടല്ലോ. കോംബോ ഓഫറുകൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും, സാധനം വാങ്ങാൻ പോകുമ്പോഴൊക്കെ കോംബോ ഓഫർ കിട്ടുമല്ലോ. അതുപോലെ നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് ഒരു കോംബോ ഓഫർ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അതാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. അതായത് അമെൻമെന്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 സാധനമാണ് സിറ്റിസൺഷിപ്പും ഫണ്ടമെന്റൽ റൈറ്റ്സും പ്രിയാമ്പിളും. അതായത് അമെൻമെന്റിനോട് ചേർന്ന് നമ്മൾ പറഞ്ഞു കോംബോ ഓഫർ എന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന ഒരു കോംബോയാണ് അമെൻമെന്റും സിറ്റിസൺഷിപ്പ് കോംബോ. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സും അമെൻമെന്റ് കോംബോ, പ്രിയാമ്പിൾ അമെൻമെന്റ് കോംബോ. അതായത് അമെൻമെന്റ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അമെൻമെന്റിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമെൻമെന്റ് എന്ന് പറയുന്ന പോർഷനിൽ എന്ത് നിങ്ങൾ ഊന്നൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈ 3 കോംബോകൾക്ക് ഊന്നൽ കൊടുക്കുക.
അമെൻമെന്റ് നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ആണ്. അതിൽ അമെൻമെന്റ് പഠിക്കുമ്പോൾ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യുന്നു, സ്പെഷ്യൽ മെജോറിറ്റി ആണോ സിമ്പിൾ മെജോറിറ്റി ആണോ ആവശ്യം, അതെങ്ങനെ അമെൻഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അമെൻമെന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കണം. ദെൻ പ്രിയാമ്പിൾഡ് അമെൻമെന്റ്, കുറെ ടേമുകൾ നമ്മൾ ആഡ് ചെയ്തു അല്ലെ, പ്രിയാമ്പിൾഡ് അമെൻമെന്റ് നടത്തി. പ്രിയാമ്പിളും അമെൻമെന്റും ഈ 3 കാര്യങ്ങളും, സിറ്റിസൺഷിപ്പ് അമെൻമെന്റും ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻമെന്റും പ്രിയാമ്പിൾ അമെൻമെന്റും. അപ്പൊ ഇവിടെ 3 ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അമെൻമെന്റിനൊപ്പം സിറ്റിസൺഷിപ്പ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നു, അമെൻമെന്റിനൊപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സും കവർ ചെയ്യുന്നു, അമെൻമെന്റിനൊപ്പം പ്രിയാമ്പിളും കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അമെൻമെന്റും ഈ 3 കാര്യങ്ങളും കൂടെ പഠിക്കുക. ദെൻ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിൾസ്, ദെൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാലോ, മിനി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഉള്ള കാര്യം നോക്കുക, 42nd അമെൻമെന്റ് ആക്ട്. ദെൻ അതുപോലെ തന്നെ സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് സിമ്പിൾ മെജോറിറ്റി ആവശ്യമുള്ളത് ഏതിനൊക്കെയാണ്, സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുള്ളത് ഏതിനൊക്കെയാണ്, സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷൻ ആവശ്യമുള്ള ഏതിനൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഒന്ന് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തോളുക. ഇത്രയും കാര്യങ്ങൾ അമെൻമെന്റിനകത്ത് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. മറ്റൊന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പഠിക്കുമ്പോൾ, മൗലികാവകാശങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ സവിശേഷതകൾ, മൗലിക അവകാശങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, പല കാലഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള പല കേസുകൾ നമുക്കറിയാം. ഈ കേസുകളിൽ ഒരു ഊന്നൽ കൊടുത്താൽ അത്രയും നന്നായിരിക്കും. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കേസുകളിൽ കുറച്ച് ഊന്നൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളിപ്പോ ഗോലക്നാഥ് കേസ് ഉണ്ട്, കേശവാനന്ദ ഭാരതി കേസ് ഉണ്ട്, മിനർവ മിൽസ്, ഈ കേസുകളുടെ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആദ്യം സംഭവിച്ച കേസ് ഏതാണ്, രണ്ടാമത് സംഭവിച്ച കേസ് ഏതാണ്. അപ്പൊ ആ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേസുകൾ നടന്നിട്ടുണ്ട്, ആ കേസുകൾ ഒന്ന് പേരുകളും അതിന്റെ നടന്ന ആ ഓർഡറും ഒന്ന് പഠിച്ചു വെച്ചിരിക്കും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതികളുടെ വിധി വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സവിശേഷതകൾ നമുക്ക് പറയാൻ പറ്റും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി. ആ സവിശേഷതകൾ മനസ്സിലാക്കുക. ഇനി എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എമർജൻസി സമയത്ത് ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഉപയോഗിക്കാൻ പറ്റാതാകുക, ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നഷ്ടപ്പെടും, പ്രസിഡന്റിന്റെ അധികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം. അപ്പോൾ പ്രസിഡന്റിന്റെ ഒരു അധികാരത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എമർജൻസി നമുക്കറിയാം, ഇന്റേണൽ എമർജൻസിയിലും എക്സ്റ്റേണൽ എമർജൻസിയിലും ഒരുപോലെ അല്ല ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്നത് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളും എമർജൻസി ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക. ഇതൊരു മറ്റൊരു കോംബോയാണ്. നമ്മളിവിടെ ഈ പറയുന്ന അമെൻമെന്റ് പറഞ്ഞ പോലെ തന്നെ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഫണ്ടമെന്റൽ റൈറ്റിൽ വന്നിട്ടുള്ള ചേഞ്ച്, ദെൻ ഫ്രീഡം ഓഫ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം റീസെന്റ് ആയിട്ട് പലതവണ വാർത്തകളിലൊക്കെ ഫ്രീഡം ഓഫ് പ്രസ്, അത് കേന്ദ്രമായിട്ടും ആയിക്കോട്ടെ സംസ്ഥാനം ആയിക്കോട്ടെ, ഫ്രീഡം ഓഫ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസ് ഒക്കെ ചർച്ചയിലാകുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അതും ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വേണമെങ്കിൽ ചോദിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻസിനും ഫോറിനേഴ്സിനും, വിദേശികൾക്ക് ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആപ്ലിക്കബിൾ ആണ്, ഇന്ത്യൻസിനും വിദേശികൾക്കും ഒരുപോലെ കിട്ടുന്ന ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ റിട്ടുകളെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കൊള്ളുക. അമെൻമെന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റ്സ്, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സും എമർജൻസി മറ്റൊരു നമ്മളിവിടെ പറഞ്ഞു, അതിവിടെ സെയിം ആയിട്ട് തന്നെ പറഞ്ഞു, ആ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്, എമർജൻസി, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും ഫോക്കസ് ഏരിയാസ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എമർജൻസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എമർജൻസി നടപ്പിലാക്കാൻ പറ്റുന്ന ഇന്റേണൽ എമർജൻസിക്ക് ഏതൊക്കെയാണ്, എക്സ്റ്റേണൽ എമർജൻസി ഏതൊക്കെയാണ്, അതിൽ വ്യത്യാസം വന്നു അല്ലെ. ഡിസ്റ്റർബൻസ് മാറ്റി ആംഡ് റെബല്യൻ കൊണ്ടുവന്നു. അതേത് അമെൻമെന്റ് വഴിയാണ് എമർജൻസി കൊണ്ടുവന്നത്, ഈ പറയുന്ന ആംഡ് റെബല്യൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയുന്ന വാറും അതുപോലെ എക്സ്റ്റേണൽ അഗ്രഷനും ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് മീൻസ്, അതായത് ആ സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എങ്ങനെ ബാധിക്കുന്നു, എമർജൻസി വരുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്നു. ഇനി വെറും എമർജൻസി അല്ല, നാഷണൽ എമർജൻസി ആണല്ലേ, അതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കാറുള്ളത്, നാഷണൽ എമർജൻസി. അത് പഠിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എമർജൻസി, പ്രസിഡന്റ്സ് റൂൾ ഉണ്ടല്ലോ, സ്റ്റേറ്റ് എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി, റീസെന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതിനെപ്പറ്റി ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിനെപ്പറ്റി റീസെന്റ് ഇയേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, റീസെന്റ് മന്ത്സിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ എമർജൻസിനെ പറ്റി ഒന്ന് നോക്കുക. ദെൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഫൈനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു നോക്കുക. അതിന്റെ ഒരു ചരിത്രം നമുക്കറിയാമല്ലോ, ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എപ്പോഴാണ്, രണ്ടാമത് നടപ്പിലാക്കിയത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. ദെൻ റോൾ ഓഫ് പ്രസിഡന്റും പാർലമെന്റിന്റെ റോൾ എന്താണ് എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സും എമർജൻസിയും കൂടെ മറ്റൊരു കോംബോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ പല കോംബോകളിൽ ഒന്നാണ് അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 3 കോംബോ, എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കോംബോയും നമ്മൾ പറഞ്ഞു.
ഇനി ഇത് കൂടാതെ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മേഖലയായിട്ട് അമെൻമെന്റും ഫണ്ടമെന്റൽ റൈറ്റ്സും എമർജൻസിയും പറഞ്ഞു. ഇതല്ലാതെ മറ്റ് പോർഷൻസിൽ ഊന്നൽ കൊടുക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിങ്ങൾ കൂടുതൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഊന്നൽ കൊടുക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെ മാറി ആരൊക്കെ പിന്നീട് പുതിയതായിട്ട് അതിൽ വന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഊന്നൽ കൊടുക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒന്ന് വായിച്ചു നോക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ഒന്ന് കുറച്ച് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുക. ദെൻ ഡിവിഷൻ ഓഫ് പവർ നമുക്കറിയാമല്ലോ. കൺകറന്റ് ലിസ്റ്റിന് നമുക്ക് സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റ് വരുമ്പോൾ കൺകറന്റ് ലിസ്റ്റ് 7th ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഒന്ന് പ്രാധാന്യം കൊടുക്കുക. കാരണം അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഡിവിഷൻ ഓഫ് പവർ, സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ഡിവിഷൻ ഓഫ് പവറിനെ പറ്റിയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. കൺകറന്റ് ലിസ്റ്റിന് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുക. ദെൻ പഞ്ചായത്ത് രാജിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് നമുക്ക് പഠിച്ചു തീർക്കാൻ ഇനി സമയമില്ലാത്തതുകൊണ്ട് കമ്മിറ്റികൾ, ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി, അതുപോലെ തന്നെ നമുക്കറിയാം അശോക് മെഹ്ത്ത കമ്മിറ്റി, അത്തരത്തിലുള്ള കമ്മിറ്റികളുണ്ടല്ലോ. ഈ കമ്മിറ്റികളെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കുക. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ഫോക്കസ്. LM സിംഗ്വി കമ്മിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റികളുടെ പേര് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തുങ്കൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് അതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ കമ്മിറ്റി വരുമ്പോൾ അവരുടെ പേരുകൾ മാത്രം നോക്കുക. ആ കമ്മിറ്റി എന്താണ് ഈ പഞ്ചായത്ത് രാജിൽ കൊടുത്ത സംഭാവന, റെക്കമെൻഡേഷൻ കൊടുത്ത എന്താണ്, 3 ടയർ കൊടുത്ത ആരാണ്, 2 ടയർ പറഞ്ഞ ആരാണ്, ഈ പറയുന്ന എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുക്കണമെന്ന് പറഞ്ഞത് ആരാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. പിന്നെ എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഉണ്ടല്ലോ, പഞ്ചായത്ത് രാജും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ വരാൻ കാരണമായിട്ടുള്ള അമെൻമെന്റുകളും കൂടെ എന്ത് ചെയ്യുക, ഒന്നും ബന്ധപ്പെടുക. അപ്പൊ പഞ്ചായത്ത് രാജും അമെൻമെന്റും പുതിയൊരു കോംബോയാണ്. നമ്മൾ അമെൻമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പഞ്ചായത്ത് രാജ് പ്ലസ് അമെൻമെന്റ് എന്ന് പറയുന്നതും കൂടെ ഒന്ന് നോക്കുക. അപ്പൊ 4ാമതൊരു കോംബോ നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇനി ഫൈനാൻസ് കമ്മീഷൻ, അത് നമ്മുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട അതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഫൈനാൻസ് കമ്മീഷൻ ഒന്ന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ റീസെന്റ് കേരളത്തിന് ഫണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചർച്ചകൾ നടക്കുന്നില്ല. അപ്പോൾ ധനകാര്യ കമ്മീഷൻ അവിടെ പ്രാധാന്യം വരുന്നുണ്ട്. അതൊരു കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ഫൈനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ. അങ്ങനെ വരുമ്പോൾ ധനകാര്യ കമ്മീഷൻ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിച്ചോളൂ. ധനകാര്യ കമ്മീഷൻ ഇപ്പോഴത്തെ പുതിയ ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷനും കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ DP എന്നൊന്നുമല്ല, ഇത് DPSP എന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഒരു ഡി എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ DPSP ആണ് നമ്മളിവിടെ പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിന്റെ സവിശേഷതകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്, ഏത് പാർട്ടാണ് DPSP ഡീൽ ചെയ്യുന്നത്, ഇവിടെ ഒരു ഡി ഇല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ആർട്ടിക്കിൾസ് ഒന്ന് നോക്കുക. പ്രിയാമ്പിൾ നോക്കുമ്പോൾ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെന്റ്സ്, പ്രിയാമ്പിളിനകത്ത് നമ്മൾ കുറച്ച് ടേംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഈ ടേം ഏത് അമെൻമെന്റ് വഴിയാണ് ഉൾപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു അധികാരം, കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം കിട്ടുന്ന എവിടെ നിന്നാണ്, ഇതെല്ലാം പ്രിയാമ്പിളിൽ നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ദെൻ സിറ്റിസൺഷിപ്പിന്റെ അമെൻമെന്റ് ആർട്ടിക്കിൾ, സിറ്റിസൺഷിപ്പിന്റെ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെ, ആൾക്കാർക്ക് എങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടും, എങ്ങനെ നഷ്ടപ്പെടും, അതിൽ അമെൻഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പൊ നോക്കുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള മേഖലകൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒതുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാം ചാനൽ, ഇത് നമ്മൾ ഇനി പഠിക്കുന്ന എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ SCRT NCRT ഒക്കെ ഉണ്ടെങ്കിലും ലക്ഷ്മികാന്ത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല ബുക്കുകളിൽ അന്വേഷിച്ച് പോകുന്നതെല്ലാം തന്നെ ലക്ഷ്മികാന്തിൽ കിട്ടുമ്പോൾ നമുക്കത് മറ്റ് സ്ഥലങ്ങളിൽ പോയി നോക്കേണ്ട കാര്യമില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ SCRT NCRT വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലക്ഷ്മികാന്തിൻ്റെ അകത്ത് കവർ ആകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലക്ഷ്മികാന്തിലെ ഈ പോർഷൻസ് വായിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടെലഗ്രാം ചാനലിൽ ലക്ഷ്മികാന്തിന്റെ അത് ചെറിയ ചെറിയ പോർഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഓരോ ദിവസത്തെ ടാസ്കിനകത്ത് ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫോക്കസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതുവരെ നോക്കാത്തവരും റിവിഷൻ ചെയ്യണമെന്നുള്ളവരും ഇതിനൊന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ വീഡിയോ ഉണ്ട് എല്ലാവർക്കും. താങ്ക്